ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 സ്റ്റുഡൻസ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് എങ്ങനെ നീറ്റ് പ്രിപ്പറേഷനൊക്കെ നോക്കി ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്നും വരാതെ മാക്സിമം നിങ്ങൾക്ക് നോക്കിയാൽ നടക്കും. എൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിങ്സ് 11 ബാച്ചിൻ്റെ വീഡിയോ ഞാൻ ഇട്ട ടൈമിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ആൾ, എനിക്ക് ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാനിന്നുള്ളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ പേഴ്സണലി ആരും പരിചയമില്ല, ഞാൻ അമ്മയുടെ ഇതിലാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയ ടൈമിൽ ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ആ ഒരു സെയിം ഏജുള്ള ആളാണ്, 12th പഠിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വന്നപ്പോൾ തൊട്ട് അതാ നോക്കുന്നത്. സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് പരിചയമുള്ള പോലെ തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അത് ഹെൽപ്ഫുള്ളായി, നല്ല യൂട്യൂബ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയാം ഇത് വലിയൊരു കാര്യമൊന്നുമല്ലെന്ന്. പക്ഷെ നമ്മൾ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഒരു നീറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാച്ച് എടുത്താൽ നമുക്ക് ബോർഡ് എക്സാമിൻ്റെ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുമോ, പിന്നെ നമ്മൾ ഈ 2 ബാച്ചിലുള്ള ക്ലാസ്സസ് കാണണോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സൈലത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിങ്സ് 11 എടുത്താൽ അഗ്നി ബാച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ആയി കിട്ടും. അപ്പോൾ എനിക്ക് വേറെ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവർ അവൈലബിൾ ആക്കത്തുള്ളൂ. കാര്യം നമുക്ക് ഈ ടൈമിൽ ബോർഡാണല്ലോ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെന്തായാലും അവർ പ്രയോറിറ്റി തരും. പിന്നെ ക്ലാസ്സസിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ എനിക്ക് സൈലത്തിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം അറിയാവൂ. അപ്പോൾ ഞങ്ങൾക്ക് കിങ്സ് 11 എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നീറ്റ് ആയതുകൊണ്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇത് 3ഉം ഞാൻ ബോർഡിൻ്റെ ക്ലാസ്സസ് അങ്ങനെ അഗ്നിയുടെ ക്ലാസ്സസ് അങ്ങനെ കണ്ടിട്ടില്ല. പകരം ഞാൻ കിങ്സ് 11 ക്ലാസ്സസ് തന്നെ ഞാൻ ഫോളോ ചെയ്യുക. കാര്യം ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടൈമിൽ അവർ ബോർഡിന് വേണ്ടിയിട്ടും നീറ്റിന് വേണ്ടിയിട്ടും കൂടെ ആ ഒരു ലെവലിലാണ് പഠിപ്പിക്കുക. എന്നിട്ട് ബോർഡിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യും. ഒരു പോർഷൻ കഴിഞ്ഞാൽ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടാണ് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അഗ്നിയുടെ ക്ലാസ് കാണാമെന്ന് പറയുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ് ഇതാ കാണാം. പിന്നെ ഉള്ളത് എക്സാം ടൈമാണ്, അതായത് ഓണം, ക്രിസ്മസ്, പിന്നെ അതുപോലെ വല്ല യൂണിറ്റ് ടെസ്റ്റോ, പിന്നെ ലാസ്റ്റ് നമുക്ക് എൻഡ് ഗെയിം എന്ന് പറഞ്ഞൊരു 1 മന്ത് വെച്ചിട്ട് ഫുൾ ചാപ്റ്റേഴ്സ് 1 ഷോട്ട് ലെവലിൽ തീർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതൊക്കെ ഞാൻ പക്ക അഗ്നി ലെവലിൽ തന്നെയാണ് നോക്കിയത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്, നമ്മൾ നീറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ JEE പോലെയുള്ള നോക്കുമ്പോൾ അത് ബോർഡിനെ അഫക്റ്റ് ചെയ്യുന്നു. ഒരിക്കലും അതൊരു ബാഡ് രീതിയിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാനത് ഉറപ്പ് തരാം. പല ക്വസ്റ്റ്യൻസും നമുക്ക് ഇപ്പോഴത്തെ എക്സാംസിനൊക്കെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളേ ആവത്തുള്ളൂ. അതായത് നിങ്ങളൊരു ആലോചിച്ച് നോക്കുക, എൻട്രൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പഠിച്ച ഒരാൾക്ക് നമുക്ക് ബോർഡ് ലെവലിൽ കുറച്ച് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും സുഖമായിട്ട് എഴുതാൻ പറ്റും. ഞാൻ ഉറപ്പായിട്ട് പറയാനുള്ള കാര്യം, നമുക്ക് കുറച്ചുകൂടി ഒരു കൺസെപ്റ്റ് വൈസ് കുറച്ചുകൂടി ബേസ് എല്ലാം സ്ട്രോങ് ആക്കാൻ ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻട്രൻസിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്ത് അഫ്കോഴ്സ് ആ സബ്ജക്ട്സ് നിങ്ങൾക്ക് ബോർഡിൽ കുറച്ചുകൂടി സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് NCERT വേണമെന്നാണ്. NCERT അഫ്കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളുടെ കയ്യിൽ ഇപ്പോൾ JEE ആണെന്നുണ്ടെങ്കിൽ എന്താണ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇപ്പോൾ അതുപോലെ തന്നെ നീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ഈ NCERT നിങ്ങളുടെ കയ്യിൽ പക്ക ഉണ്ടാവണം. അത് ഒരു തരത്തിലും വിട്ടുവീഴ്ച കാണിക്കാൻ പാടില്ലാത്ത കാര്യം. ഇപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നീറ്റ് ആസ്പിറൻസിൻ്റെ ഒരു കാര്യം ആദ്യമേ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞു പോർഷൻ ആണെങ്കിൽ പോലും ബയോളജി ഇപ്പോൾ ഒരു പാർട്ട് ക്ലാസ് കണ്ടു, ആ ഒരു ക്ലാസ്സിൻ്റെ പാർട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് NCERT വായിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ കറക്റ്റ് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊന്നും ആയിരിക്കില്ല NCERT വായിക്കാൻ പോകുന്നത്. പക്ഷേ വായിച്ച് പതിയെ നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും, ഓക്കെ എങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പോൾ ആ ഓരോ സെൻറ്റൻസ് ലൈൻ ബൈ ലൈനിൽ വായിക്കണം. അത്ര ഇൻഡെപ്ത് ആയിട്ടായിരിക്കും നമുക്ക് ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ബയോളജി മാത്രമല്ല, കെമിസ്ട്രി വായിക്കണം. ഫിസിക്സ് വായിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് നല്ലോണം വായിക്കാൻ നോക്കണം. കൂടുതൽ ഫിസിക്സിന് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം പ്രാക്ടീസിന്. +1 ഇത് പഠിക്കുന്നതുകൊണ്ട് എന്താ യൂസ്, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിലോ എന്നാ ചോദിക്കുന്നവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാതിരിക്കുക എന്തോ ചെയ്യട്ടെ, നമുക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇടാം. അതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ മാക്സിമം എഫേർട്ടൊന്നും ഇടാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഈ സബ്ജക്ട്സ് നീറ്റിന് വേണ്ടി പഠിക്കുക, നീറ്റിൻ്റെ മോഡൽ എങ്ങനെയാണ്, GAP അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ എക്സാം ഹാൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രഷർ ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏതൊരു പോയിന്റിലാണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടും. പിന്നെ എങ്ങനെയാണ് ക്ലാസ്സസ് കാണാമെന്നുള്ളത്, ഞാൻ ലൈവായിട്ട് ക്ലാസ് കാണാറില്ല, എന്നുവെച്ചാൽ റെക്കോർഡഡ് ആയതിനു ശേഷം കാണാറുള്ളൂ. ഞാൻ 2xലാണ് ക്ലാസ് കാണാം. അത് ഞാൻ ഒരിക്കലും ആർക്കും എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഡ്വൈസായിട്ട് തരുന്നതല്ല. അങ്ങനെ കാണാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ടൈം ലാഭിക്കാനോ ഒന്നും അല്ല അങ്ങനെ ചെയ്യുന്നത്. ഞാൻ 10th തൊട്ട് അങ്ങനെ ശീലിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 2x ക്ലാസ് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് 1 നമ്മുടെ നോർമൽ സ്പീഡിലൊക്കെ കേട്ടാൽ എനിക്ക് ഭയങ്കര ലാഗായിട്ട് തോന്നുന്നു. പക്ഷേ 2x കേൾക്കുമ്പോൾ എനിക്ക്
പെർഫെക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വീട്ടിലൊക്കെ അവർ കേൾക്കുമ്പോൾ പറയും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതെന്താണെന്ന് നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര വ്യക്തമായിട്ടാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എന്നും പറഞ്ഞ് പോയി 2xലിട്ട് കേൾക്കരുത്, ചിലവർക്കത് മനസ്സിലാവത്തില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻറ്റ് അങ്ങനെ കണ്ടാൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഡൗട്ടൊക്കെ ചോദിച്ചു പോകാം. പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ കാണാറില്ല. ഞാൻ ലൈവ് ക്ലാസ് ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ബോർഡ് എക്സാമിൻ്റെ ഇതുപോലെ തന്നെ ആ ഒരു ലെവലിൽ തന്നെ നീറ്റ് പഠിക്കാൻ നിൽക്കരുത്. ഒരുപാട് വലിച്ചു നീട്ടി അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ലെവലിൽ തന്നെ പഠിച്ചു പോകാം. പിന്നെ മാക്സിമം ബാക്ക്ലോഗ്സ് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അങ്ങോട്ടൊക്കെ ബാക്ക്ലോഗ്സൊക്കെ ആയാൽ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അതൊരു സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടത്തില്ല. വേറൊരു കാര്യം, നമ്മൾ ടെസ്റ്റിലാണെങ്കിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മളിത് പഠിച്ചാണല്ലോ, എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻസ് കിട്ടാതെ. നമ്മൾ ബോർഡിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ നല്ലോണം പഠിച്ചാൽ നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ എൻട്രൻസിന് അങ്ങനെയല്ല. നിങ്ങൾ ഒരു പോർഷൻ എത്ര ഡെപ്തിൽ പഠിച്ചാലും നിങ്ങൾ ഡിഫറെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് ഏത് സെക്ഷനിൽ നിന്ന് വന്നതെന്ന് പോലും മനസ്സിലാക്കില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ തോന്നും ഞാൻ പഠിച്ചതാണല്ലോ, നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ടൊക്കെ തോന്നും. ഇതൊക്കെ നോർമലാണ്. അപ്പം ഇതൊന്നും അങ്ങനെ. കറണ്ട് പോയി, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഞാൻ ഇത്രയും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറേ ഇഷ്യൂസൊക്കെ വരും. അതായത് ചിലപ്പോൾ നിങ്ങൾ തന്നെ പേഴ്സണലി ഡൗൺ ആവും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കിട്ടാതാകുമ്പോൾ നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും വരും. ജസ്റ്റ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എൻട്രൻസിന് ചേരുന്നു അതുകൊണ്ട് ഞാനെന്നുള്ള ലെവലാവരുത്. നിങ്ങൾക്ക് ആ ഒരു ഡ്രീം ഉണ്ട്. അപ്പോൾ ആ ഒരു ഡ്രീമിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.